നിങ്ങളിത് മനസ്സിലാക്കണം. ബൃഹത്തായതും വളരെ വിലപ്പെട്ടതുമായ എന്തെങ്കിലും സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവർ ആസ്വദിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ നിലകൊള്ളുന്നത് അത് അത്രത്തോളം വിലപ്പെട്ടതാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളെ നമുക്ക് മറികടക്കാനാകും. എൻ്റെ ഒരു അനുഭവം പറയാം. ഹൈദരാബാദിലൊരു പ്രോഗ്രാമുള്ള സമയത്താണ് എൻ്റെ അമ്മ മരണക്കിടക്കയിലാകുന്നത്. എന്നിട്ടും ഞാൻ പോയി ആ പ്രോഗ്രാം നടത്തി. 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജനുവരി മാസത്തിൽ എൻ്റെ അമ്മയ്ക്ക് കഠിനമായ അസുഖം ബാധിച്ചു. വൃക്കകളുടെ പ്രവർത്തനം നിലച്ചിരിക്കുകയായിരുന്നു. അധികം വൈകാതെ അമ്മ പോകുമെന്ന് എനിക്കറിയാമായിരുന്നു. ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ എൻ്റെ പ്രോഗ്രാമിൽ വന്നിരിക്കണം എന്നത് മാത്രമായിരുന്നു അമ്മയുടെ ഒരേ ഒരു ആഗ്രഹം. പലരും വന്ന് അമ്മയോട് പറയുമായിരുന്നു, നിങ്ങൾ മകൻ്റെ പ്രോഗ്രാം ഒന്ന് കാണണമെന്ന്. അതുകൊണ്ട് അമ്മയ്ക്കത് കാണാൻ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ഒരു ഡോക്ടറായ എൻ്റെ അച്ഛൻ തൻ്റെ അറിവും വിവേകവും വെച്ച് ചിന്തിച്ചപ്പോൾ 3-4 മണിക്കൂർ അവിടെ പോയിരുന്നാൽ അമ്മ മരിച്ചു പോകുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അമ്മ പറഞ്ഞു, ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, എനിക്ക് അവിടെ പോയി പ്രോഗ്രാമിൽ പങ്കെടുക്കണം. പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല. അതൊന്നും പറ്റില്ല, ഇതൊക്കെ വെറും വിഡ്ഢിത്തമാണ്. അവൻ്റെ ആ യോഗ ചെയ്യണമെങ്കിൽ വീട്ടിൽ വന്ന് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു, അമ്മയ്ക്കായി മാത്രമായി ഞാൻ ക്ലാസ് എടുക്കില്ല. പങ്കെടുക്കണമെങ്കിൽ അമ്മ അവിടെ വരണം. ഇതൊരു ഈഗോയുടെ പ്രശ്നമൊന്നുമല്ല. ചില കാര്യങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എൻ്റെ അമ്മ മരണക്കിടക്കയിലാണെങ്കിൽ പോലും അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല. അമ്മയ്ക്കായി മാത്രം വീട്ടിൽ വെച്ച് എനിക്കത് ചെയ്യാമായിരുന്നു. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. അമ്മ അങ്ങോട്ട് വരൂ, ഞാൻ നോക്കിക്കൊള്ളാം. അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് ഞാൻ ഉറപ്പു തരാം. അമ്മ മരിക്കില്ല. ചിലപ്പോൾ കുറച്ചു കാലം കൂടി അമ്മ ജീവിക്കും. എന്തായാലും ഇപ്പോൾ മരിക്കില്ല. അതുകൊണ്ട് അച്ഛനെ സമ്മതിപ്പിക്കേണ്ടത് അമ്മയുടെ ജോലിയാണ്. ഞാൻ ചെയ്യുന്നത് ഒട്ടും അംഗീകരിക്കാത്ത ആ ഡോക്ടറെ എനിക്ക് സമ്മതിപ്പിക്കാനാവില്ല. എനിക്ക് അദ്ദേഹത്തെ സമ്മതിപ്പിക്കാനാവില്ല. ഒരു അച്ഛനെന്ന നിലയിൽ എനിക്ക് അദ്ദേഹവുമായി ബന്ധമുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹം ചെയ്യുന്ന പകുതി കാര്യങ്ങളോടും എനിക്ക് യോജിപ്പില്ല. അദ്ദേഹം നല്ല ഡോക്ടറാണ്, അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞ അമ്മ തന്നെ അച്ഛനോട് സംസാരിക്കൂ. മിക്കപ്പോഴും ഞാൻ അമ്മയുടെ മുതിർന്ന ഒരാളെ പോലെയാണ് സംസാരിച്ചിരുന്നത്. അമ്മ എന്നെ കണ്ടിരുന്നതും അങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞ അച്ഛനെ സമ്മതിപ്പിക്കേണ്ടത് അമ്മയുടെ ജോലിയാണ്. ഞാൻ പറയുന്നത് അമ്മ എന്നെ നോക്കൂ. ഞാൻ പറയുന്നു, ഞാൻ വെറുതെ തമാശ പറയുകയല്ല. ഞാൻ പറയുന്നു അമ്മയ്ക്കിത് നല്ലതായിരിക്കും. അമ്മ ധൈര്യമായി വരൂ. വീട്ടിൽ ഞാൻ മുൻപ് ചില കാര്യങ്ങൾ ചെയ്തതൊക്കെ അമ്മ കണ്ടിട്ടുള്ളതാണ്. ഞാൻ വീട്ടിൽ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അമ്മ അത് കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് എന്നെ മകനായി മാത്രമല്ല അമ്മ കണ്ടിരുന്നത്. അത്രത്തോളം തീവ്രമായി അമ്മ അത് ആഗ്രഹിച്ചിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞ് സ്വകാര്യമായി ഇതെനിക്ക് ചെയ്യാനാവില്ല. പ്രത്യേകിച്ച് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി അമ്മ അങ്ങോട്ട് വരണം. വീടിന് അടുത്തായിട്ട് ഞാനൊരു പ്രോഗ്രാം വയ്ക്കാം. അങ്ങനെ ഞാൻ ക്ലാസ് നടക്കുന്ന സ്ഥലം മാറ്റിയിട്ട് പറഞ്ഞു, നോക്കൂ, വെറും 1 കിലോമീറ്റർ അകലമേ ഉള്ളൂ. ഞാൻ വണ്ടി ഏർപ്പാട് ചെയ്യാം. അമ്മ അവിടെ നല്ലൊരു കസേരയിൽ വന്നിരുന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത് മടങ്ങിപ്പോകാം. പക്ഷേ അച്ഛൻ സമ്മതിച്ചില്ല. ഒരിക്കലുമില്ല. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റാൽ അമ്മ മരിച്ചു പോകും. ഞാനതിന് സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞു, ശരി. ശരി. ഇപ്പോൾ ഞാൻ എളുപ്പത്തിൽ പറയുന്നുണ്ടെങ്കിലും അതത്ര എളുപ്പമായിരുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? അമ്മ അത് എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. പിന്നെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഹൈദരാബാദിലേക്ക് പോകേണ്ടി വന്നു. അവിടെ ഒരു പ്രോഗ്രാം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ അമ്മയെ പോയി കണ്ടു. അമ്മയുടെ നില മോശമായി വരികയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, നോക്കൂ, ഞാൻ വാക്കുകൊടുത്തു പോയി. എനിക്ക് പോകണം. അതൊരു പൊതുപരിപാടിയാണ്. പോയേ പറ്റൂ. അമ്മ പറഞ്ഞു, നീ പോയിട്ട് വരൂ, കുഴപ്പമില്ല. ഞാൻ പോവുകയാണെന്നും അമ്മയുടെ നില വഷളാവുകയാണെന്നും അച്ഛൻ അറിഞ്ഞു. അമ്മ വിട്ടുപോവുകയാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ഏതാനും ആഴ്ചകൾ കൂടി എടുക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ എനിക്ക് തോന്നിയത് അത് വളരെ പെട്ടെന്ന് സംഭവിക്കുമെന്നാണ്. അതുകൊണ്ട് വേഗം പോയി കാര്യങ്ങൾ തീർത്ത് വരാമെന്ന് ഞാൻ കരുതി. ഞാൻ ഇറങ്ങിയപ്പോൾ
അച്ഛന് വല്ലാതെ ദേഷ്യം വന്നു. നീ ഇപ്പോൾ പോയാൽ എനിക്ക് നിന്റെ മുഖം ഇനിയും കാണണ്ട. എന്റെ ജീവിതത്തിൽ എനിക്കിനി നിന്നെ കാണണ്ട. അമ്മ മരിക്കാൻ കിടക്കുമ്പോഴാണോ നിനക്ക് നിന്റെ ഈ യോഗ? ഞാൻ പറഞ്ഞു, അമ്മയ്ക്കിത് മനസ്സിലാകും, അച്ഛനും മനസ്സിലാകില്ല. ഞാൻ അവിടെ പോയി ഒന്ന് തെളിയിക്കാനല്ല ശ്രമിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ചില കാര്യങ്ങൾ എങ്ങനെയായാലും നടക്കും. എനിക്കതിനെക്കുറിച്ച് ബോധ്യമുണ്ട്. അങ്ങനെ ഞാൻ പോയി. അതൊരു ആമുഖ സെഷനായിരുന്നു. അങ്ങനെ 2 ദിവസത്തെ പരിപാടികൾ ഞാൻ തീർത്തു. തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങേണ്ടതായിരുന്നു. ശനിയാഴ്ച രാത്രി 10:30 ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. എല്ലാവരും എൻറോൾ ചെയ്ത് കഴിഞ്ഞു. അന്ന് ഇതൊക്കെ പുതിയ കാര്യങ്ങളാണ്. എല്ലാം പടുത്തുയർത്തി വരുന്നതേ ഉള്ളൂ. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ചിലതൊക്കെ തീർക്കേണ്ടത് വളരെ അത്യാവശ്യമായതുകൊണ്ട് ഒരു യന്ത്രത്തെ പോലെ പായുകയായിരുന്നു ഞാൻ. ആ പരിപാടിയുടെ അവസാനം അതിൽ പങ്കെടുത്തവരോട് ഞാൻ പറഞ്ഞു, തിങ്കളാഴ്ച തുടങ്ങാനിരുന്ന ക്ലാസ് ഒരാഴ്ചത്തേക്ക് നീട്ടിവെക്കുകയാണെന്നും എനിക്ക് തിരിച്ചു പോകണമെന്നും ഞാൻ അവരോട് പറഞ്ഞു. ഞാൻ താമസിച്ചിരുന്ന വീട്ടിലെ ആളുകൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ തിരിച്ചു പോകുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ മരിച്ചു. അവർ ചോദിച്ചു, നിങ്ങളെങ്ങനെ അറിഞ്ഞു? ഫോൺ വന്നിരുന്നോ? ഫോണൊന്നും വന്നില്ല, പക്ഷേ അമ്മ മരിച്ചു, എനിക്ക് പോകണം. ഞാൻ എൻ്റെ മോട്ടോർ സൈക്കിൾ എടുത്ത് ഹൈദരാബാദിൽ നിന്നും മൈസൂറിലേക്ക് തിരിച്ചു. അതൊരു 750 കിലോമീറ്റർ ദൂരമുണ്ട്. 20 വർഷം മുമ്പുള്ള ഹൈദരാബാദ് ബാംഗ്ലൂർ റോഡ് എങ്ങനെയായിരുന്നു നിങ്ങൾക്കറിയാമോ? പലയിടത്തും റോഡ് പോലും ഇല്ലായിരുന്നു. രാത്രി മുഴുവൻ വണ്ടി ഓടിച്ച് 750 കിലോമീറ്റർ താണ്ടി. രാവിലെ 7 മണിക്ക് ഞാൻ അവിടെ എത്തി. അപ്പോഴേക്കും സംസ്കാര ചടങ്ങുകൾ തുടങ്ങുകയായിരുന്നു. പിന്നെ എന്നെ ബന്ധപ്പെടാൻ അവർ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എവിടെയും നിർത്തിയില്ല, നേരെ ഇങ്ങി പോയിരുന്നു. ഇന്നത്തെ പോലെ കയ്യിൽ സെൽഫോണുള്ള കാലമല്ലാതെ. ഏതെങ്കിലും ബൂത്തിൽ കയറി ഒരു കോൾ ചെയ്യാൻ അരമണിക്കൂറെങ്കിലും കാത്തു നിൽക്കണം. അതുകൊണ്ട് ഞാൻ നിർത്താതെ വണ്ടി ഓടിച്ചു വന്നു. അച്ഛൻ എന്നോട് വലിയ ദേഷ്യമായിരുന്നു, വലിയ വിഷമവും. ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയില്ല. എനിക്ക് അത് മനസ്സിലാകും. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഞാൻ ചെയ്തത് ഒരു തെറ്റായിരുന്നു. പക്ഷേ ഞാൻ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന ബോധ്യം അമ്മയ്ക്കുണ്ടായിരുന്നു. നീ പോയി ചെയ്യാനുള്ളത് ചെയ്യൂ, അച്ഛൻ പറയുന്നത് സാരമില്ല എന്നാണ് അമ്മ പറഞ്ഞത്. എനിക്ക് അമ്മയോട് എന്നും കടപ്പാടുണ്ട്. കാരണം അമ്മ അത് തടഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ പ്രയാസകരമായേനെ. ഞാൻ എന്തായാലും പോകും, പക്ഷെ അമ്മയ്ക്കത് കൂടുതൽ പ്രയാസകരമാക്കാമായിരുന്നു. കരഞ്ഞുകൊണ്ട് പോകരുത് എന്ന് അമ്മ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അത് വലിയൊരു ഭാരമായേനെ. എങ്കിലും ഞാൻ പോകുമായിരുന്നു. അമ്മ എനിക്ക് എളുപ്പമാക്കി തന്നു. അച്ഛൻ എന്തു പറഞ്ഞാലും സാരമില്ല, നീ പൊയ്ക്കൊള്ളൂ എന്ന് അമ്മ പറഞ്ഞു. നോക്കൂ, എൻ്റെ അമ്മ മരിക്കാൻ കിടക്കുമ്പോൾ അമ്മയുടെ കൈപിടിച്ച് അവിടെ ഇരിക്കാൻ എനിക്കും ആഗ്രഹമില്ലേ? ഞാൻ ആഗ്രഹിച്ചില്ലെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഞാനും ആഗ്രഹിച്ചിരുന്നു. അതെ, അമ്മ എനിക്ക് അത്രത്തോളം പ്രിയപ്പെട്ടവളായിരുന്നു. അമ്മ എന്നതിലുപരി ഒരു സുഹൃത്തിനെ പോലെ. പല കാര്യങ്ങളിലും അമ്മ എനിക്കൊരു യഥാർത്ഥ സുഹൃത്തായിരുന്നു. എല്ലാറ്റിനും ഉപരി ഒരു സുഹൃത്തായിട്ടാണ് അമ്മ എന്നെ കണ്ടത്. പക്ഷേ ആ സമയത്ത് ഞാൻ പോകുന്നത് കണ്ട് അച്ഛൻ വല്ലാതെ ദേഷ്യപ്പെട്ടിരുന്നു. പക്ഷെ അമ്മ പറഞ്ഞു, നീ പോയിട്ട് വരൂ, നീ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, നീ കാത്തു നിൽക്കണ്ട, നീ പോയിട്ട് വരൂ, അച്ഛൻ പറയുന്നത് സാരമില്ല. പക്ഷെ ഞാൻ പോയപ്പോൾ അമ്മ മരിച്ചു. ഞാനിതെല്ലാം പറയാൻ കാരണം, ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്തേ മതിയാകൂ. ഒരാളുടെ പ്രവൃത്തിയിലൂടെയാണ് അയാളാകുന്നത്, അല്ലാതെ അയാൾ ജീവിതത്തിൽ ഒഴിവാക്കുന്ന കാര്യങ്ങളിലൂടെയല്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ലക്ഷക്കണക്കിന് ആളുകൾക്ക് നിങ്ങൾ നിമിത്തം നല്ലൊരു മരണം ലഭിച്ചാൽ, അവർ നന്നായി ജീവിക്കുകയാണെങ്കിൽ അത് അതിവിശിഷ്ടം. പക്ഷേ ചുരുങ്ങിയ പക്ഷം സമാധാനത്തോടെയെങ്കിലും
അവർക്ക് മരിക്കാൻ കഴിഞ്ഞാൽ, നമ്മൾ അവർക്കായി ചെയ്യുന്ന ഒരു ലളിതമായ കാര്യം കൊണ്ട് അത് സാധ്യമായാൽ, കാലക്രമേണ കോടിക്കണക്കിന് ആളുകൾക്ക് ഇത് സംഭവിക്കുകയാണെങ്കിൽ, നമ്മൾ പോയാലും ഈ പ്രക്രിയ ഇങ്ങനെ തുടർന്നു പോകും. അതിൽ നിന്ന് ഒരാൾക്ക് ലഭിക്കുന്ന സംതൃപ്തി, ആ സംതൃപ്തി അളവറ്റതാണ്. ഇതിന്റെ ഭാഗമാകാനും ഇത് യാഥാർത്ഥ്യമാക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ.